നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ ഇനി അധികം നാളില്ല. ഈ സമയത്ത് മലയാളികൾക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വകയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മുടെ എല്ലാവരുടെയും അഭിമാനം മെഗാസ്റ്റാർ മമ്മൂക്ക അവസാന റൗണ്ടിൽ ബെസ്റ്റ് ആക്ടറിന് വേണ്ടി മത്സരിക്കുകയാണ്. അതും ഋഷഭ് ഷെട്ടിയുമായിട്ട്. കാന്താരയാണ് എതിരെ നിൽക്കുന്ന സിനിമ. മമ്മൂട്ടി ഈ പ്രാവശ്യവും സമ്മാനം നേടിയാൽ അത് മലയാളികൾക്ക് അഭിമാനമാണ്. എത്രയെത്ര നാഷണൽ അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി. ഇപ്പോൾ പുതിയൊരു പൊൻതൂവൽ കൂടി അദ്ദേഹം അണിയുകയാണ്. ഈ പ്രായത്തിലും അഭിനയത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്നും തൻ്റെ പ്രായം അഭിനയത്തെ ബാധിക്കില്ലെന്നും സിനിമകൾ ഏതു തരത്തിലാണെങ്കിലും അതെല്ലാം ചെയ്ത് മുൻപോട്ട് പോകുമെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സിനിമാ രംഗത്തുള്ളവർക്കെല്ലാവർക്കും ഒരു ഉദാഹരണമായി പഠിക്കാൻ എപ്പോഴും മമ്മൂക്കയുടെ ജീവിതമുണ്ട്. വെറുതെ അവാർഡ് സിനിമകൾ മാത്രം ചെയ്യുന്ന ശൈലിയല്ല മമ്മൂക്കയ്ക്കുള്ളത്. അവസാനമായി ഇറങ്ങിയ ടർബോയിലെ മാസ് രംഗങ്ങൾ കണ്ട് യൂത്തന്മാർ പോലും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ഈ പ്രായത്തിലും ഇദ്ദേഹം എന്തു ഭാവിച്ചാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടതെന്തോ അതെല്ലാം നൽകാൻ മമ്മൂക്കയുണ്ട്. ഒരു വിഭവസമൃദ്ധമായ സദ്യയാണ് മമ്മൂക്ക. പഴയൊരു സിനിമയിൽ മമ്മൂക്കയോട് മുകേഷ് പറയുന്നുണ്ട്, വയസ്സാവും, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, അപ്പോൾ എന്താണ് ചെയ്യുക എന്ന്. അതിന് വയസ്സായാലല്ലേ എന്നാണ് മമ്മൂക്ക മറുപടി നൽകുന്നത്. അത് തന്നെയാണ് ജീവിതത്തിലും അദ്ദേഹം അന്വർത്ഥമാക്കുന്നത്. പ്രായം അത് വെറും നമ്പറാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിയാണ് മമ്മൂക്ക. മാസ് ആയാലും ക്ലാസ് ആയാലും എന്തും തനിക്ക് ഏത് പ്രായത്തിലും വഴങ്ങുമെന്ന് ഓരോ സിനിമയിലൂടെയും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എത്ര വർഷം കഴിഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോളുണ്ട്. ഒരു 50 കൊല്ലം കഴിഞ്ഞാലും അവിടെ സൂപ്പർ സ്റ്റാറായി, മെഗാസ്റ്റാറായി, യൂത്ത് ഐക്കണായി ഒരാൾ നിലനിൽക്കുന്നുണ്ടാവും. അത് മമ്മൂക്കയാണ്. ഏതൊരു കാലത്തും അയാൾ അങ്ങനെയാണ്. അതെ, മലയാളികളുടെ അഭിമാനം, ലോക സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കാവുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അത് തന്നെയാണ് മമ്മൂക്ക. എന്താണ് നിങ്ങൾക്ക് മമ്മൂക്കയെ കുറിച്ച് പറയാനുള്ളത്? കമൻ്റായി രേഖപ്പെടുത്തൂ.